2013 മാർച്ച് 13 തീയതി സിസ്റ്റേൻ ചാപ്പലിൽ നിന്നും ഒരു പ്രഖ്യാപനം വന്നു. അന്നു മുതൽ ലോകത്തെ മുഴുവൻ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന മാർപ്പാപ്പ ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള 100 പേരുടെ പോപ്സ് പട്ടികയിലെ 4ാം സ്ഥാനക്കാരനാണ് അദ്ദേഹം. ചരിത്രത്തെ തന്നെ മാറ്റിമറിച്ചുകൊണ്ടുള്ള യാത്രകൾ നടത്തുകയും നിലപാടുകൾ സ്വീകരിച്ച് ലളിത ജീവിതം നയിച്ച് ജാതിമത ഭേദമന്യേ ലോകത്തിന്റെ മുഴുവൻ പ്രിയങ്കരനായ മാർപ്പാപ്പ. ഇതുപോലൊരു മാർപ്പാപ്പയെ ലോകം മുൻപ് കണ്ടിട്ടേയില്ല. പോപ്പ് ഫ്രാൻസിസ് 1936 ഡിസംബർ 17 തീയതി ബ്യൂണസ് അയർസിലാണ് ഫാസിസത്തിന്റെ അതിപ്രസരം മൂലം ഇറ്റലിയിൽ നിന്നും കുടിയേറി പാർത്ത ഒരു റെയിൽവേ ജോലിക്കാനായിരുന്ന മരിയാന ജോസ് ബെർഗോളിയയുടെയും മരിയ സി വാരിയുടെയും 5 മക്കളിൽ ആദ്യ ജാതനായാണ് അദ്ദേഹം ജനിക്കുന്നത്. ദാരിദ്ര്യം നിറഞ്ഞതായിരുന്നു അദ്ദേഹത്തിന്റെ ബാല്യകാലം. റാമോസ് മജിയായിലെ പരിശുദ്ധ മാലാഖമാരുടെ നാമത്തിലുള്ള സജേഷൻ സ്കൂളിലും തുടർന്ന് എസ്കേറ നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലും വിദ്യാഭ്യാസം പൂർത്തിയാക്കി. പിന്നീട് കെമിക്കൽ ടെക്നീഷ്യനായി അദ്ദേഹം ജോലി ചെയ്തു. 21 വയസ്സിൽ മാരകമായ ന്യൂമോണിയ രോഗം അദ്ദേഹത്തിന് പിടിപെട്ടു. വളരെ പെട്ടെന്ന് തന്നെ രോഗം അതിൻ്റെ ഗുരുതരാവസ്ഥയിലെത്തി. ശ്വാസകോശത്തിൽ വലിയ 3 മുഴകൾ. പെട്ടെന്ന് അടിയന്തരമായ ഓപ്പറേഷനിലൂടെ വലത്തെ ശ്വാസകോശത്തിന്റെ മുകൾ ഭാഗം പൂർണ്ണമായും നീക്കം ചെയ്യേണ്ടി വന്നു. വേദനയിൽ പുളഞ്ഞ നാളുകൾ. കാരണം അന്ന് ശ്വാസകോശത്തിൽ നിന്നും ദ്രാവകം പുറത്തിറക്കുന്ന പ്രോസസ് വളരെയധികം വേദനാജനകമായിരുന്നു. പിന്നീട് അദ്ദേഹം വൈദിക വിദ്യാഭ്യാസം തുടർന്നു. വൈദിക വിദ്യാർത്ഥിയായിരുന്ന സമയത്ത് അമ്മാവന്റെ വീട്ടിൽ വെച്ച് നടന്ന ഒരു വിവാഹ സൽക്കാരത്തിൽ പങ്കെടുക്കാൻ പോയപ്പോൾ അവിടെ കണ്ട ഒരു പെൺകുട്ടിയിൽ വല്ലാതെ ആകൃഷ്ടനായി. അവളുടെ സൗന്ദര്യം അദ്ദേഹത്തെ വശീകരിച്ചു. പിന്നീട് അദ്ദേഹത്തിന്റെ ചിന്തകളും സ്വപ്നങ്ങളും അവൾ മാത്രമായിരുന്നു. പള്ളിയിൽ പ്രാർത്ഥിക്കാനിരിക്കുമ്പോഴും ക്ലാസ്സിൽ പഠിക്കാനിരിക്കുമ്പോഴും അവൾ മാത്രമായിരുന്നു ചിന്ത. ഇത് തന്റെ ദൈവവിളിക്ക് വല്ലാതെ വെല്ലുവിളി ഉയർത്തുന്നു എന്ന് തിരിച്ചറിഞ്ഞ അദ്ദേഹം ഇതിൽ നിന്ന് മോചനം നേടാൻ വേണ്ടി ഒരാഴ്ചക്കാലത്തോളം കഠിനമായി പ്രാർത്ഥിച്ചു. അങ്ങനെ ആ പരീക്ഷണത്തിൽ നിന്നും അദ്ദേഹം വിടുതൽ നേടി. 1969 ഡിസംബർ 13 തീയതി അദ്ദേഹം വൈദിക പട്ടം സ്വീകരിച്ചു. കാത്തിരുന്ന ഹൃദയങ്ങൾക്ക് ദൈവം നൽകുന്ന ക്ഷണമാണ് ദൈവവിളി എന്നാണ് ഈ ഒരു ദിവസത്തെപ്പറ്റി അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. വൈദികനായി 4 വർഷങ്ങൾക്ക് ശേഷം അർജന്റീനയിലുള്ള ഈശോ സഭയിലെ പ്രൊവിൻഷ്യാളായി മാറി. പിന്നീട് 1998 പ്യൂണസ് അയേഴ്സിന്റെ ആർച്ച് ബിഷപ്പിന്റെ മരണത്തെ തുടർന്ന് അദ്ദേഹത്തിന്റെ പിൻഗാമിയായി സ്ഥാനമേറ്റു. വളരെ വ്യത്യസ്തനായ ഒരു ജനകീയനായ ആർച്ച് ബിഷപ്പിനെയാണ് പിന്നീട് അവർക്ക് കാണാൻ കഴിഞ്ഞത്. അതിരൂപതയുടെ ഭരണ സംവിധാനം പുനർക്രമീകരിച്ചു. ചേരി പ്രദേശങ്ങൾക്ക് ധാരാളം വൈദികരെ നിയമിച്ചു. പെസഹ കാലങ്ങളിൽ ജയിലുകളിൽ, ആശുപത്രികളിൽ, വൃദ്ധ സദനങ്ങളിൽ ഉള്ള പാവപ്പെട്ട ആളുകളുടെ കാലുകളാണ് അദ്ദേഹം കഴുകിയിരുന്നത്. രൂപതയിലെ
ആർക്കും ഏത് സമയത്തും അദ്ദേഹത്തെ വിളിക്കാമായിരുന്നു. ഇതിനുവേണ്ടി മാത്രം ഒരു പ്രത്യേക ടെലിഫോൺ സജ്ജമാക്കിയിരുന്നു. ചേരി സന്ദർശനവും തെരുവിലും ഉള്ള വചന പ്രഘോഷങ്ങളെല്ലാം പതിവ് ശൈലികളായിരുന്നു അദ്ദേഹത്തിൻ്റെ. അങ്ങനെ ജനപ്രിയനായ ഈ പിതാവിനെ 2001 ഫെബ്രുവരി അന്നത്തെ മാർപ്പാപ്പയായിരുന്ന ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയാണ് കർദിനാളായി മാറ്റുന്നത്. തുടർന്ന് നടക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കുവാൻ തന്നോടൊപ്പമുള്ളവരെ തടഞ്ഞുകൊണ്ട് ആ യാത്രയ്ക്ക് ആവശ്യമായ പണം മുഴുവൻ ആ നാട്ടിലെ പാവപ്പെട്ടവരുടെ പുരോഗതിക്ക് നൽകാൻ അദ്ദേഹം നിർദ്ദേശിച്ചു. വളരെ വിനീതമായ വ്യക്തിത്വം, സഭാ പഠനങ്ങളോട് മിതമായ സമീപനം, സമൂഹത്തോട് തികഞ്ഞ പ്രതിബദ്ധത, ഇതെല്ലാം പിതാവിൻ്റെ മുഖമുദ്രയായിരുന്നു. കർദിനാളായ ശേഷം ചെറിയ അപ്പാർട്ട്മെന്റിലേക്ക് അദ്ദേഹം താമസം മാറി. സാധാരണക്കാർ ആശ്രയിച്ചിരുന്ന പൊതു ഗതാഗത സംവിധാനങ്ങളായിരുന്നു അദ്ദേഹം യാത്രയ്ക്ക് ഉപയോഗിച്ചിരുന്നത്. ആരെയും ബുദ്ധിമുട്ടിക്കാതെ തനിക്ക് ആവശ്യമായ ഭക്ഷണമെല്ലാം അദ്ദേഹം പാകം ചെയ്തിരുന്നു. ഔദ്യോഗിക ആവശ്യങ്ങൾക്ക് റോമിൽ പലപ്പോഴും തൻ്റെ സന്ദർശനം വളരെ ആർഭാടമില്ലാതെ നടത്തുവാൻ പലപ്പോഴും അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നു. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുവാൻ എത്തിയപ്പോൾ അടുത്ത മാർപ്പാപ്പയാകുവാൻ എന്തുകൊണ്ടും യോഗ്യൻ തന്നെയെന്ന് ബെർഗോളിയൻ പിതാവ് എന്ന് ജനങ്ങൾക്കിടയിൽ സംസാരമുണ്ടായി. 2013 ഫെബ്രുവരി 11 അന്ന് വരെയുള്ള സഭാ ചരിത്രത്തെ തിരുത്തി കുറിക്കുന്ന 22 വാചകങ്ങൾ അടങ്ങുന്ന വിടവാങ്ങലിൻ്റെ രേഖ ഔദ്യോഗികമായി വായിച്ച ശേഷം ചരിത്രത്തിൽ ആദ്യമായി ഒരു മാർപ്പാപ്പ സ്ഥാനത്യാഗം ചെയ്തു. ബെൻഡിക്ട് 16 മാർപ്പാപ്പ നടന്നു നീങ്ങി. 2013 മാർച്ച് 13 പുതിയ പാപ്പ തിരഞ്ഞെടുക്കപ്പെട്ടു. പത്രോസിന്റെ 266 പിൻഗാമിയായി അർജന്റീനക്കാരനായ കർദിനാൾ ബെർഗോളിയ തിരഞ്ഞെടുക്കപ്പെട്ടു. സാധാരണ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട മാർപ്പാപ്പ സിംഹാസനത്തിൽ ഇരുന്നുകൊണ്ടാണ് കർദിനാൾമാരുടെ അഭിവാദ്യങ്ങൾ സ്വീകരിക്കുന്നത്. എന്നാൽ പതിവിലും വിപരീതമായി ബെർഗോളിയോ എണീറ്റ് നിന്നുകൊണ്ടാണ് അഭിവാദ്യം സ്വീകരിച്ചത്. വത്തിക്കാനിലെ പതിവ് രീതികൾക്കെല്ലാം മാറ്റം വരാൻ പോകുന്നു എന്നതിൻ്റെ ചെറിയൊരു സൂചനയായിരുന്നു അത്. തൻ്റെ മുൻഗാമികളായിരുന്ന മാർപ്പാപ്പമാർ ധരിച്ചിരുന്ന സ്വർണ്ണ കുരിശിന് പകരം കർദിനാൾ ആയപ്പോൾ ഉണ്ടായിരുന്ന ഇരുമ്പ് കുരിശായിരുന്നു അദ്ദേഹം ധരിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ പേരിലും ഉണ്ടായിരുന്നു ഒരു പ്രത്യേകത. ഫ്രാൻസിസ് അസീസിയോടുള്ള ബഹുമാനാർത്ഥം ഫ്രാൻസിസ് എന്ന നാമമാണ് അദ്ദേഹം സ്വീകരിച്ചത്. ലോകത്തെ മുഴുവൻ ആശീർവദിക്കുന്നതിന് പകരം അദ്ദേഹം തൻ്റെ മുൻഗാമിയായിരുന്ന ബെൻഡിക്ട് 16 മാർപ്പാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അതിനുശേഷം മുന്നോട്ട് കടന്നു വന്ന് ജനങ്ങൾക്ക് മുന്നിൽ ശിരസ് നമിക്കുകയുമാണ് അദ്ദേഹം ചെയ്തത്. അവരുടെ പ്രാർത്ഥനകൾക്കും ആശീർവാദങ്ങൾക്കുമായി ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കാം ഇതുപോലൊരു മാർപ്പാപ്പ ജനങ്ങൾക്ക് മുൻപിൽ ശിരസ് നമിച്ചു നിൽക്കുന്നത്. പെട്ടെന്ന് 1.5 ലക്ഷത്തിലധികം തടിച്ചു കൂടിയിരുന്ന അവിടെ
ഉണ്ടായിരുന്ന ആളുകൾ നിശബ്ദരായി. അതിനുശേഷം അവരെയെല്ലാം ആശീർവദിച്ച് കൈവീശി അവരോട് യാത്ര പറഞ്ഞു. വത്തിക്കാൻ പാലസിൽ നിന്നും തൻ്റെ താമസ സ്ഥലത്തേക്ക് പോകാൻ അദ്ദേഹം ഒരുങ്ങിയപ്പോൾ നമ്പർ 1 ആഡംബരക്കാർ തൊട്ടുമുന്നിൽ. എന്നാൽ ആ കാർ തനിക്ക് ആവശ്യമില്ല എന്നും താൻ കർദിനാൾമാരുടെ കൂടെ ബസ്സിൽ പോയിക്കോളാമെന്നുമാണ് മാർപ്പാപ്പ പറഞ്ഞത്. യാത്രയ്ക്ക് ശേഷം അന്ന് രാത്രി ബെൻഡിക്ട് 16 മാർപ്പാപ്പയെ ഫോണിൽ വിളിച്ച് സംസാരിച്ച ശേഷം ആണ് അദ്ദേഹം കിടന്നുറങ്ങിയത്. നേരം പുലർന്നപ്പോഴാണ് രാത്രി മുഴുവൻ തൻ്റെ മുറിക്ക് കാവൽ നിന്ന സ്വിസ് ഗാർഡിനെ അദ്ദേഹം ശ്രദ്ധിക്കുന്നത്. മുറിയിൽ നിന്ന് ഒരു കസേരയെടുത്ത് അദ്ദേഹം ആ കാവൽക്കാരനെ നിർബന്ധിച്ച് ഇരുത്തുകയും ജാം പുരട്ടിയ ബ്രെഡും കാപ്പയും നൽകി. ഇതുപോലൊരു മാർപ്പാപ്പയെ ആരും കണ്ടിട്ടേയില്ല. പിന്നീട് ലോകം കണ്ടുകൊണ്ടിരുന്നത് ഇതുവരെ ഉണ്ടായിരുന്ന ചരിത്രങ്ങളെ മാറ്റിമറിച്ച യാത്രകളും നിലപാടുകളും ലളിത ജീവിതവും കൊണ്ട് ജാതി മത ഭേദമന്യേ ലോകത്തിൻ്റെ മുഴുവൻ പ്രിയങ്കരനായി മാറുന്ന മാർപ്പാപ്പയാണ് ജനം കണ്ടുകൊണ്ടിരുന്നത്. തൻ്റെ മുൻഗാമിയെ പോലെ ഇദ്ദേഹവും ധാരാളം യാത്രകൾ ചെയ്തിട്ടുണ്ട്. 2019 ഫെബ്രുവരി 3 മുതൽ 5 വരെ അറബിക് ഐക്യനാടുകളിൽ നടത്തിയ യാത്ര ഏറെ ചരിത്ര പ്രാധാന്യമുള്ളതാണ്. കാരണം ലോക ചരിത്രത്തിൽ ആദ്യമായാണ് മാർപ്പാപ്പ ഒരു അറബി രാജ്യം സന്ദർശിക്കുന്നത്.